റെസിപ്പി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പനീർ 65 റെസിപ്പിയാണ്. പക്ക ഹോം മെയ്ഡ് വെർഷനാണ്. പല രീതിയിൽ പനീർ 65 റെസിപ്പി ഉണ്ടാക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഓയിലിൽ മാത്രം ഫ്രൈ ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ്. അപ്പൊ ഈ ഡിഷിന് പേരിട്ടിരിക്കുന്നത് നോ ഫ്രൈ പനീർ 65 റെസിപ്പി. അപ്പൊ കുറച്ചും കൂടി ഹെൽത്തിയാണ്. മറ്റേത് ഡീപ് ഫ്രൈ ആണ്, ഷാലോ ഫ്രൈ ആണ് മാത്രം കുറച്ച് ഓയിലില്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ പനീർ 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 200 gram ഓഫ് പനീറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ക്യൂബ്സ് ആയിട്ടുള്ള പനീർ കേട്ടോ. പിന്നെ സോൾട്ട് വേണം, ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. നമ്മൾ ഓയില് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ഹാഫ് ചെറുനാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ടീസ്പൂണോളൊക്കെ മതി അളവ് നോക്കുകയാണെങ്കിൽ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് നമ്മുടെ കറിവേപ്പിലയില്ലേ, അത് ഞാൻ നുറുക്കിയിട്ടിട്ടുണ്ട്. ഇത് കോൺഫ്ലവർ ആണ്. ഒരു 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ വീതം വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതാണ്. പിന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും. കുറച്ച് വെള്ളം നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമില്ല കേട്ടോ. അപ്പൊ പനീറിലേക്ക് നമ്മൾ കോൺഫ്ലവർ ചേർക്കാണ്. അരിപ്പൊടി 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കറിവേപ്പില, മല്ലിയില, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഈ ചെറുനാരങ്ങ നമുക്കൊന്ന് പിഴിഞ്ഞ് വയ്ക്കാം കേട്ടോ. ഇനി സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ആവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അത് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ, അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പനീർ ഓരോന്നായിട്ട് ഇതിൽ വെച്ച് ഫ്രൈ ചെയ്യാം കേട്ടോ. പനീർ നമ്മൾ ഒന്ന് എന്താ പറയുക, ഫ്രൈ ആയി വരുന്ന വരെ, അതായത് 2 ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. അതായത് ഒരു 1-1.5 മിനിറ്റ് ഒക്കെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്കൊന്ന് സീസണിങ് ചെയ്യണം. അപ്പൊ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. ആ ഓയിൽ മതി കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 20 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ആഡ് ചെയ്യാം. അതൊന്ന് പൊട്ടി വരണം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. കറിവേപ്പില ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു പനീർ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പനീർ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.